ഭാരതീയ ജനതാ പാർട്ടിക്ക് പണ്ടുണ്ടായിരുന്നത് പോലെയുള്ളതല്ല. ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞ ഒരു പാർട്ടിയാണ് BJP. പാർട്ടിയാധിപത്യം ആണ് ഇവിടെ നടപ്പിലാക്കിയത്, ജനാധിപത്യമല്ല. നമുക്ക് ദ്രോഹിക്കപ്പെടുന്നവരുടെ എണ്ണം ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെ അനേകമുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കൊണ്ടുവരും, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ. 1000 താമര വിരിയട്ടെ എന്ന് പറയുന്ന പോലെ 1000 താമരകൾ, സുവർണ്ണ താമരകൾ ഇവിടെ വിരിയും. തിരഞ്ഞെടുപ്പ് ഇനി പടിവാതിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച 20 ദിവസം ഇല്ല, അത്രയും സമയമേ ഉള്ളൂ. ആ സമയത്തിനകം നമുക്കിവിടെ വളരെയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ഒരു ഡേറ്റ് വന്നതും അതിനുള്ളിൽ പല കാര്യങ്ങളും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇപ്പം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പം കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അവസരമാണുള്ളത്. വളരെ നല്ല ഒരു അവസരം. അത് വലിയൊരു പടിവാതിലിൻ്റെ വലിയ ഒരു വളവിൽ നിൽക്കുന്ന ഒരു രീതിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പണ്ടുണ്ടായിരുന്നത് പോലെയുള്ളതല്ല. ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞ ഒരു പാർട്ടിയാണ് BJP. എല്ലാവരും അതിൽ വിശ്വസിക്കുന്നത് നമ്മുടെ മോദിജിയുടെ പ്രഭാവം കൊണ്ടും അദ്ദേഹം ചെയ്യുന്ന കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയും മുൻനിർത്തിക്കൊണ്ടാണ്. എല്ലാവരും കാണുന്നതാണ്, നമ്മളെല്ലാവരും ദിവസേന അനുഭവിക്കുന്നതാണ്, നമ്മളത് കാണുന്നതാണ്. നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യം, അഭിമാനം തോന്നുന്ന കാര്യമാണ്. എങ്ങനെയാണ് നരേന്ദ്രമോദിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പ്രധാനമന്ത്രിയായി രാജ്യത്തെ നയിച്ച് ഏറ്റവും നല്ല നിലയിലേക്ക് ലോകരാജ്യങ്ങളുടെ നെറുകയിൽ ഇപ്പോൾ എത്തിച്ച് ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തുന്ന ഒരു രാജ്യമായി ഭാരതം കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതും ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് തന്നെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം, ഇവിടെ വികസനത്തിൻ്റെ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ പോയാലും വളരെ മനോഹരമായിട്ടുള്ള റോഡുകളും കെട്ടിടങ്ങളും നമ്മളുടെ എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. ഏത് വിഭാഗം ജനങ്ങളാണോ ആ വിഭാഗം ജനങ്ങളുടെ ഉന്നമനം, കർഷക സമൃദ്ധി, വൈദ്യുതി സമൃദ്ധി, ജലസമൃദ്ധി, വൈദ്യസഹായത്തിൻ്റെ സമൃദ്ധി, അതുപോലെയുള്ള സമൃദ്ധിയിൽ ആറാടുന്ന ഒരു ഭാരതം ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഇതിഹാസ പുരാണ കഥകളിൽ എങ്ങനെയായിരുന്നോ ഭാരതം നല്ല രാജാക്കന്മാർ നയിച്ച് ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്, അതുപോലെയുള്ള ഒരു സദ്ഭരണമാണ് ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം വന്നപ്പോൾ എങ്ങനെയാണോ ആ സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ മെച്ചപ്പെട്ടത്, അതുപോലെ ഒരു മെച്ചപ്പെടൽ, അതുപോലെയുള്ളൊരു മാറ്റം നമ്മുടെ കേരളത്തിനും വേണ്ടേ എന്ന് ജനം ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മാറ്റം വേണം, അനിവാര്യം എന്ന് ജനം ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടക്കാൻ പോണ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെയധികം പ്രസക്തമായി മാറുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളെ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരം നഗരസഭ 45 വർഷത്തെ അഴിമതി ഭരണം, LDFൻ്റെ ഭരണത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് എങ്ങനെയാണോ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത്, ഇപ്പോൾ എങ്ങനെയാണോ 3-4 മാസമായിട്ട് അവിടെ സദ്ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്നത്, എങ്ങനെയാണോ ജനങ്ങൾക്കാകമാനം നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ല ഒരു മികച്ച ബഡ്ജറ്റ്, നമ്മുടെ വികസിത സ്വപ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചത്, അതുപോലെയുള്ളൊരു മാറ്റം കേരളത്തിലും കൊണ്ടുവരാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്ത് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. മറ്റു പല സ്ഥലത്തും നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക്. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം അഭിമാനം തോന്നേണ്ട കാര്യമാണ്. അതുപോലെ ഇക്കുറി നമുക്ക് കേരളത്തിനെ ആകെ തെളിയിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ 70 വർഷമായി ദുർഭരണം നടക്കുന്ന കേരളത്തിൽ എങ്ങനെയാണോ LDFും UDFും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൊള്ളയടിച്ച് ധനമൂറ്റി അവരുടെ സ്വന്തം പോക്കറ്റുകളിലാക്കി പാർട്ടിയാധിപത്യം ആണ് ഇവിടെ നടപ്പിലാക്കിയത്, ജനാധിപത്യമല്ല. ഇവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭരണത്തിലുള്ള ആധിപത്യമാണ്, അല്ലാതെ പാർട്ടികൾക്ക് ജനത്തിന് മുകളിലുള്ള ആധിപത്യമല്ല. അതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 70 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അത് പാർട്ടി ഭരിക്കുന്നവർക്ക് മാത്രമല്ല പാർട്ടിക്ക് താഴോട്ടുള്ള ലോക്കൽ കമ്മിറ്റി തൊട്ട്
താഴോട്ടുള്ള എല്ലാ ആൾക്കാർക്കും എങ്ങനെയാണോ ജനത്തിൻ്റെ മുകളിൽ കുതിര കയറാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്, അതാണ് നമ്മളിപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പാർട്ടി ആധിപത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടും, അല്ലാത്ത എല്ലാവരെയും അതിക്രൂരമായി ദ്രോഹിക്കും. നമുക്ക് ദ്രോഹിക്കപ്പെടുന്നവരുടെ എണ്ണം ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെ അനേകമുണ്ട്. സദാനന്ദൻ മാസ്റ്റർ നമുക്കറിയാമല്ലോ, 2 കാലും അദ്ദേഹം നഷ്ടപ്പെട്ടത് പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അത് സഹിക്കാൻ വയ്യാതെ ചില കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതാണ്, വളരെ ക്രൂരമായിട്ട് ചെയ്തതാണ്. അതുപോലെ പലരും പല വീടുകളും നമുക്ക് കണ്ണൂരും ഒന്നും പോയി നോക്കാൻ പോലും പറ്റാത്തത്ര രീതിയിൽ ചില കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം ദുരിതങ്ങളിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്രയധികം പിടിച്ചു നിന്നതും ഇത്രയും ഈ ഒരു വളർച്ചയിലേക്ക് കടന്നു വന്നതും എന്നുള്ളത്. അതിൽ നമ്മൾ അഭിമാനിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു തെളിയിക്കാൻ ഒരു സമയം വന്നിരിക്കുകയാണ്, ജനങ്ങളോട് തെളിയിക്കുന്ന ഒരു സമയം വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കിത് സാധിക്കും, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും, ഞങ്ങൾക്ക് നേരിടാൻ സാധിക്കും, പൊരുതാൻ സാധിക്കും, ഞങ്ങൾക്ക് ഭരണം ഉണ്ടാക്കാൻ സാധിക്കും. ഞങ്ങളിവിടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കൊണ്ടുവരും, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ, ഇവിടെയുള്ള MLAമാർ സദ്ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കും എന്ന് തെളിയിക്കാനുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മളിപ്പോൾ വളർന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രമാണ് ഇന്നിവിടെ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ശക്തി കേന്ദ്രം. ഇവിടെ നല്ല ഒരു കൂട്ടം ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്. നമുക്കിത് ഒരു നല്ല വാർത്തയായിട്ട്, സദ്വാർത്തയായിട്ട് ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും അടുത്ത് എത്തിക്കണം. ഈ ശക്തി കേന്ദ്രത്തിൽ നിന്ന് പ്രവഹിക്കുന്ന നമ്മുടെ തത്വങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, എങ്ങനെയാണോ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്, എങ്ങനെയാണോ നാടിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്, നമ്മുടെ ആശയങ്ങൾ, എങ്ങനെയാണ് വികസനം, എങ്ങനെയാണ് അഴിമതിരഹിത ഭാരതം കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് എല്ലാവർക്കും അതുകൊണ്ട് ഗുണം കിട്ടുന്നത് എന്നുള്ള നമ്മുടെ പ്രകടന പത്രികകൾ, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ ഈ കേന്ദ്രം ജനങ്ങൾക്ക് ഉതകട്ടെ. നല്ല രീതിയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൂടുതൽ ജനം ഭാരതീയ ജനതാ പാർട്ടിയിലും NDAയിലും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം താമരയിൽ വോട്ട് കുത്തി ഇവിടെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആദ്യമായി ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ വനിതാ MLA ആയി വരട്ടെ, അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങട്ടെ. അങ്ങനെയുള്ളൊരു നല്ല ദിവസത്തിനായിട്ട് നമുക്ക് കാതോർത്ത് പ്രതീക്ഷിച്ച് ഇരിക്കാം. ഇവിടെ ഒരു MLA മാത്രമല്ല, ഒരുപാട് MLAമാരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 1000 താമര വിരിയട്ടെ എന്ന് പറയുന്ന പോലെ 1000 താമരകൾ, സുവർണ്ണ താമരകൾ ഇവിടെ വിരിയും, യാതൊരു സംശയമില്ല. അതിൻ്റെ മുന്നോടിയായി, നാന്ദിയായി ഒരു തുടക്കം ഇവിടെ കുറിച്ചു എന്ന് മാത്രം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവരും ഊർജിതമായ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടുകൊണ്ട് മുന്നേറുക. നമുക്കുള്ള ശക്തി വരുന്നത് അങ്ങ് ഡൽഹിയിൽ നിന്നാണ്. ഒരു വലിയ പിന്തുണ നമുക്ക് ഡൽഹിയിൽ നിന്ന് തരുന്നുണ്ട്. ഇപ്പോൾ വളരെ വലിയ സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരും നമ്മുടെ പ്രധാനമന്ത്രി വരെ കേരളത്തിൽ പര്യടനത്തിനായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല പ്രചോദനം നൽകേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നല്ല ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോയി ഇത് നമുക്ക് നേടിയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബോലോ ഭാരത് മാതാ കീ, വന്ദേ മാതരം. നമ്മുടെ പ്രിയകരിയ സ്ഥാനാർത്ഥി ഷോർട്ട്